my dear students. നമ്മൾ കാൽക്കുലസിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് പുതിയൊരു മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. സോ ദിസ് മൊഡ്യൂൾ ഡീൽസ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. നിങ്ങൾ ഡെറിവേറ്റീവ്സ് ഓൾറെഡി എന്താണെന്ന് ഡിസ്കസ് ചെയ്തതാണ്. ആ ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട പുതിയൊരു ക്ലാസ് ഓഫ് ഡെറിവേറ്റീവ്സ്, അതിൻ്റെ ചില പ്രോപ്പർട്ടീസ്, അതുമായി ബന്ധപ്പെട്ട ചില ഒബ്സർവേഷൻസ്, ഇതൊക്കെയാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പഠിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഡൗൺ ടു ദ ഡീറ്റെയിൽസ്. ഓക്കെ, നമ്മളൊരു ഫങ്ഷൻ എഫ് എന്നൊരു ഫങ്ഷൻ സം എക്സിൽ നിന്ന് അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, സോ ഇവിടെ എയും ബിയും സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. സാധാരണ ഇങ്ങനെ ഉള്ള ക്ലാസ് ഓഫ് ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്, നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് അസൈൻസ് ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി. സോ ഓരോ പോയിൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് another point in B. ഓക്കെ, സോ ഈ എക്സിലെ ഈ പോയിൻറ്റ്സിനെ നമ്മൾ എക്സ് ആക്സിലെ പോയിൻ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ എഫ് ഓഫ് എക്സുകളെ നമ്മൾ വൈ ആക്സിലെ പോയിൻ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് മീൻസ് ദാറ്റ് കറസ്പോണ്ടിങ് ടു എനി പോയിൻറ്റ് ഇൻ എക്സ് ആക്സിസ് വിച്ച് ഈസ് ഇൻ എ, you can actually assign a point in y axis which is the value of f of x. So here we have a figure. This is x axis, this is y axis. So ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പോയിൻറ്റ്സ് ആണ് എ എന്ന് പറഞ്ഞ സെറ്റ് എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ എഫ് ഈസ് ഡിഫൈൻഡ് ഓൺ ദിസ് കളക്ഷൻ. സോ ഇവിടെ ഞാനൊരു എക്സ് എടുക്കുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി എക്സ്. കറസ്പോണ്ടിങ് ആയിട്ട് we get a point y which is actually this point. This is f of x. This distance is actually f of x. Okay, y axis ഉള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഈ പോയിൻ്റ് ആണ് എക്സ് എഫ് ഓഫ് എക്സ് എന്നുള്ളത്, ഈ കോർഡിനേറ്റ് ആണ്. സോ എക്സ് ആക്സിസിൽ എക്സ് ഡിസ്റ്റൻസ് അകലെ, വൈ ആക്സിസിൽ എഫ് ഓഫ് എക്സ് ഡിസ്റ്റൻസ് അകലെ, ഇങ്ങനെ ഓരോ എക്സുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു പോയിൻറ്റ്സ് വരച്ചാൽ, അപ്പം എയിൽ നിന്ന് ബിയിലോട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എക്സ് വൈ ആക്സിസിൽ നമുക്കതിൻ്റെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ജോമെട്രിക് നൊട്ടേഷൻ ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഓൺ എക്സ് വൈ ആക്സിസ്. ദിസ് ഈസ് ദ ഐഡിയ. സോ ഇങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെയുള്ള ക്ലാസ് ഓഫ് ഫങ്ഷൻസിനെ ഒക്കെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്തു. ഓക്കെ, സോ ഡെറിവേറ്റീവ് മീൻസ് നമ്മൾ പറഞ്ഞത് എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഡി എഫ് ബൈ ഡി എക്സ്. കാരണം ഇവിടെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് ഉണ്ട്. അല്ലെങ്കിൽ ഈ എഫ് ഓഫ് എക്സിനെ നമ്മൾ വൈ എന്ന് കൊടുത്താൽ ദിസ് ഈസ് ആക്ച്വലി ഡി വൈ ബൈ ഡി എക്സ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. ദിസ് ഈസ് ആസ് വി ഡിഫൈൻ, ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഓക്കെ, ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ്. സോ നമ്മൾ ഒരു എക്സ് എടുക്കുന്നു. നൗ വി ഹാവ് ടു ടേക്ക് ആൻ എക്സ് പ്ലസ് എച്ച്. എക്സിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസ് അകലെയുള്ളൊരു പോയിന്റ് വിച്ച് ഈസ് ആക്ച്വലി എഫ് എക്സ് പ്ലസ് എച്ച്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. ഓക്കെ, സോ ഇത് തമ്മിൽ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി ഓഫ് ദ ഫോം, നമ്മൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത രണ്ട് പോയിൻറ്റ്സ് എക്സ് എഫ് ഓഫ് എക്സ് എന്നൊരു പോയിൻറ്റ്, രണ്ട് എക്സ് പ്ലസ് എച്ച് കോമ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞ പോയിൻറ്റ്. ഇങ്ങനെ രണ്ട് പോയിൻറ്റ്സ് ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തത്. ഓക്കെ, സോ ഇങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി x1 y1 എന്ന് എഴുതാം. ദിസ് ഈസ് ആക്ച്വലി x2 y2. സോ നമുക്ക് നമ്മുടെ ഒബ്സർവേഷനാണ്
രണ്ട് ഡിഫറൻറ്റ് പോയിൻറ്റ്സ് തരുമ്പോൾ ആ പോയിൻറ്റ്സ് തമ്മിലുള്ള ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് x1 y1 x2 y2 ആണ് നമ്മുടെ പോയിൻറ്റ്സ് എങ്കിൽ അത് തമ്മിലുള്ള സ്ലോപ്പ് ഈസ് ആക്ച്വലി y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. Okay, here this is y2 is actually f of x plus h minus f of x divided by x2, which is actually x plus h minus x1, which is actually x. So x to x cancel ചെയ്യുമ്പോൾ this is actually f of x plus h minus f of x divided by h. So നമ്മളിവിടെ കണ്ടുപിടിച്ചത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ലിമിറ്റാണ്. ലിമിറ്റിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. സോ വിച്ച് ഈസ് ആക്ച്വലി ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ കണക്റ്റിംഗ് 2 points x1 y1 x2 y2. ഇവിടെ നമുക്കിപ്പോൾ 2 പോയിൻറ്റ്സ് ഉണ്ട്. ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പാണ് നമ്മുടെ ബേസിക് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ലൈൻസാണിത്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. അല്ലെങ്കിൽ ഇങ്ങനെ 2 പോയിൻറ്റ്സ് എക്സ് എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് തരുമ്പോൾ ദിസ് റെപ്രസെൻറ്റ്സ് ആക്ച്വലി ദ ലൈൻ കണക്റ്റിംഗ് ദീസ് 2 പോയിൻറ്റ്സ്. ഈ പോയിൻറ്റിനെ പി എന്നും ഈ പോയിൻറ്റിനെ ക്യൂ എന്നും കൊടുക്കുകയാണെങ്കിൽ പിയെയും ക്യൂവിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മളിവിടെ പറയുന്നത്. So this means that this ratio f of x plus h minus f of x by h always represents a straight line connecting the 2 points x f of x and x plus h f of x plus h. നമ്മൾ ഡെറിവേറ്റീവ് എന്നുള്ളതിൻ്റെ ബേസിക് ഐഡിയ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വേണ്ടത് ആ വാല്യൂ അല്ല, h ടെൻസ് ടു 0 ആകുമ്പോൾ ഉള്ള ആ വാല്യൂ ആണ്. h ടെൻസ് ടു 0 ആകുക എന്ന് വെച്ചാൽ ദ ഐഡിയ ഈസ് ദ ഫാക്ട് ദാറ്റ് ഈ എക്സ് പ്ലസ് എച്ച് എക്സിലോട്ട് തന്നെ അടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ എക്സ് പ്ലസ് എച്ച് ടെൻസ് ടു 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ബേസിക് നൊട്ടേഷൻ ഈസ് എക്സ് പ്ലസ് എച്ച് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു എക്സ്. അതായത് നമ്മൾ ഇവിടെ എടുക്കുന്ന ഈ പോയിൻ്റ് ആക്ച്വലി കമ്മിങ് ക്ലോസർ ടു ഹിയർ. ഓക്കെ, സോ ആ പോയിൻ്റ് എച്ച് കുറച്ചുകൂടെ എടുക്കുമ്പോൾ നമ്മുടെ ലൈൻ മാറി, ഇത് തമ്മിലുള്ളതാണ് ലൈൻ. ഓക്കെ, എനിക്കൊന്ന് കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമുക്കിത് തമ്മിലാണ്, ഇത് ഒരു എക്സ് ആയിട്ടും ഇതൊരു എക്സ് പ്ലസ് എച്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി. ഓക്കെ, സോ ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ പി, ഇതാണ് പുതിയ ക്യൂ. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ്സ് ആണ് ഇത്. ഓക്കെ, സോ നമ്മൾ ഈ എക്സ് പ്ലസ് എച്ച് എന്നുള്ള പോയിൻ്റ് എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ കുറച്ചുകൂടെ അടുക്കുമ്പോൾ നമുക്ക് പുതിയ പോയിൻ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇതാണ്. സോ ഇത് തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ലൈൻ ഇതാണ്. ഓക്കെ, സോ കുറച്ചുകൂടി ഇങ്ങോട്ട് അടുക്കുമ്പോൾ എക്സ് പ്ലസ് എച്ച് വീണ്ടും അടുക്കുമ്പോൾ പുതിയ ലൈൻ ഇതാണ്. ഓക്കെ, സോ ഇവഞ്ച്വലി ഈ ലൈൻസ്, അതായത് ഈ ലൈൻ ആദ്യം ഇതായിരുന്നു, പിന്നെ ഇതായി, പിന്നെ ഇതായി, ഈ ലൈൻസ് അടുത്തടുത്ത് വരുമ്പോൾ ഇവഞ്ച്വലി ഇറ്റ് ബിക്കംസ് ദാറ്റ് ലൈൻ ബിക്കംസ് ആക്ച്വലി ദ ടാൻജൻറ്റ് അറ്റ് ദ പോയിൻറ്റ് പി. ഓക്കെ, സോ as h tends to 0, this line segment f of x plus h minus f of x by h, this ratio is actually the slope of the tangent. Okay, so h tends to 0 ആകുമ്പോൾ ഇത് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പായി മാറും. സോ ഇങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കർവ് എടുത്താൽ ആ കർവിൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഫംഗ്ഷന് എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുക, ടാൻജൻറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ദ ബേസിക് ഐഡിയ ആൻഡ് ദ ബേസിക് മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാൻജൻ്റ് ആണ് ഇത് ഡെറിവേറ്റീവ് എന്നുള്ളതിൻ്റെ ജോമെട്രിക് മീനിങ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ. ഇതൊരു പ്രീ റിക്വസിറ്റ് ആയിട്ട് പറഞ്ഞതാണ്.
ഇനി നമ്മൾ ഈ ഫംഗ്ഷനെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് കുറച്ചുകൂടെ മാറ്റുന്നു. ഓക്കെ, സോ വി ആർ ആക്ച്വലി ഡിഫൈനിങ് എ ഫംഗ്ഷൻ ഫ്രം ദ പ്ലെയിൻ എക്സ് വൈ ഓൺ ടു സം സബ്സെറ്റ് ബി വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ. ഓക്കെ, അതായത് നമ്മളിവിടെ ഒരു ഡി എന്ന് പറയുന്ന ഒരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു വിച്ച് ഈസ് ആക്ച്വലി സബ്സെറ്റ് ഓഫ് ആർ സ്ക്വയർ ഓർ ആർ ക്രോസ് ആർ. ഓക്കെ, ആർ ക്രോസിൻ്റെ അകത്തെ എല്ലാ എലമെൻസും എക്സ് വൈ എന്നുള്ള ഒരു ഫോർമാറ്റിലാണ്. സോ നമ്മൾ ഈ ആർ ക്രോസ് ആർ എന്ന് പറയുന്ന ഒരു സബ്സെറ്റായിട്ട് എടുക്കുന്നു. ആ സബ്സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ദിസ് ഈസ് ദ ഫംഗ്ഷൻ എഫ്. സോ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി വി ക്യാൻ പ്ലോട്ട് ഇറ്റ് ആസ്. സോ here look at this example. This is an example of a particular class of such functions. If this is x-axis, this is y-axis and this is z-axis. So ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ എക്സ് വൈ എടുക്കും. ഇവിടെ എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ളൊരു പോയിന്റ്സ്, വൈ ഡിസ്റ്റൻസ് അകലെ. സോ ദിസ് ഈസ് ആക്ച്വലി ദ എക്സ് വൈ പോയിന്റ്. ആ എക്സ് വൈ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു റിയൽ നമ്പർ അസൈൻ ചെയ്യും. ഓക്കെ, സോ ഇത് മൂന്നും കൂടെ ചേർന്ന്, സോ കറസ്പോണ്ടിങ് ടു എക്സ് കോമ വൈ വി അസൈൻ ദ വാല്യൂ എഫ് ഓഫ് എക്സ് കോമ വൈ. ഇത് മൂന്ന് റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി എ സബ്സെറ്റ് ഓഫ് ആർ, ദിസ് ഈസ് ആക്ച്വലി ദ സബ്സെറ്റ് ഓഫ് ആർ, ദിസ് ഈസ് ആക്ച്വലി ദ സബ്സെറ്റ് ഓഫ് ആർ. ഓക്കെ, സോ ഇത് മൂന്ന് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ട്രിപ്പിളാണ്, ഓർഡേഡ് ട്രിപ്പിളറ്റ് ആണ്. ഈ ഓർഡേഡ് ട്രിപ്പിളറ്റ്സ് വരുമ്പോൾ വിച്ച് ഈസ് എ ഗ്രാഫ് ഇൻ ആക്ച്വലി ആർ ക്യൂബ്. അതുകൊണ്ടാണ് എക്സ് വൈ ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആർ സ്ക്വയറിൽ നിന്ന്, അല്ലെങ്കിൽ ആർ സ്ക്വയറിൻ്റെ ഒരു സബ്സെറ്റ്, സോ ഇത് ഇവിടെ ഇങ്ങനെയാണ്. അതായത് ഈ പ്ലെയിൻ്റെ അകത്തെ ഏതൊരു പോയിൻ്റ് എടുത്തെന്ന് പറഞ്ഞാലും ഈ എക്സ് വൈ പ്ലെയിൻ്റെ അകത്തെ ആ പ്ലെയിൻ്റെ അകത്തെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഒരു പോയിൻ്റ് ഉണ്ട്. അത് മൂന്നും കൂടെ ചേർത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എക്സ് വൈ ഇസഡ് ആക്സിസുള്ള ഒരു കർവ് കിട്ടും. So this is actually another form of function which is defined from a subset D which is a subset of R square onto R. Okay, so ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ക്ലാസ് ഓഫ് ഫങ്ഷൻസിൻ്റെ അകത്ത് ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യാൻ ചെയ്തത്, ദ ഐഡിയ ഈസ് ദാറ്റ് നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സിനെ മാത്രമായിരുന്നു ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇവിടെ ഈ കർവ് കൺസിഡർ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഈ കർവ് വിച്ച് എക്സ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഈ കർവ് എക്സിനെ മാത്രമായിരുന്നു ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ ചെയ്തത് എക്സിനൊരു ചേഞ്ച് കൊടുത്തു, ആ ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ എഫ് ഓഫ് എക്സ് വാല്യൂസ് കൺസിഡർ ചെയ്തു, എന്നിട്ട് അവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ആണ് എടുത്തത്. പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഹിയർ ദ ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് ആൻഡ് വൈ. സോ ഇവിടെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. സോ നമ്മളൊരു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളൊരു പർട്ടിക്കുലർ വാല്യൂ എടുത്താൽ this is the image of x comma y ordered per xy. This depends upon x as well as y. ഓക്കെ, ഇത് എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, വൈയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ നമ്മൾ ചെയ്ത ഐഡിയ വെച്ചിട്ട് നമ്മൾ ചേഞ്ച് കൊടുക്കുമ്പോൾ നമുക്ക് എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ചേഞ്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ അസൈൻ ചെയ്യുന്നത് വളരെ എളുപ്പമല്ല. ഓക്കെ, പക്ഷെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ എക്സ് വൈ എന്നുള്ളൊരു പോയിൻറ്റ്സ് എടുത്തു, ഈ ലൈൻ കൺസിഡർ ചെയ്താൽ, ഈ ലൈൻ കൺസിഡർ ചെയ്താൽ ദിസ് ലൈൻ ഈസ് ആക്ച്വലി പാരലൽ ടു വൈ ആക്സിസ്. ഓക്കെ, വൈ ആക്സിന് പാരലായിട്ടുള്ള എല്ലാ ലൈൻസിൻ്റെയും പ്രത്യേകത അതിൻ്റെ എക്സ് വാല്യൂസ് ആക്ച്വലി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ഈ ലൈൻ കൺസിഡർ ചെയ്താൽ ഈ ലൈൻ്റെ ഓരോ പോയിൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്താൽ ആ പോയിൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മുകളിലോട്ട് വരച്ച് അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഈ ലൈൻ കൺസിഡർ ചെയ്താൽ ആ ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ മുകളിലോട്ട് വരച്ചാൽ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഈ ലൈൻ്റെ അകത്ത് ഈ പോയിൻ്റ് കൺസിഡർ ചെയ്താൽ അവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു പോയിൻ്റ് ഉണ്ട്. സോ നമുക്ക്
ഈ ലൈൻ കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ എക്സ് ഫിക്സഡ് ആയിട്ടുള്ള, എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ കൺസിഡർ ചെയ്താൽ നമുക്കവിടെ ആ എക്സ് കോൺസ്റ്റൻ്റ് ആകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂസ് കൺസിഡർ ചെയ്താൽ നമുക്കിത് കണക്ട് ചെയ്ത് ആക്ച്വലി നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം കണക്ട് ചെയ്ത് ഒരു കർവായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്കതിനെ ഒന്നുകൂടെ മനോഹരമായിട്ട് വരച്ചാൽ, ഇവിടെ നമ്മൾ എക്സ് ഫിക്സ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, എക്സ് ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് വാല്യൂസ് എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി ഗെറ്റിംഗ് എ കർവ്. ഇതാണ്, ദിസ് ഈസ് ആക്ച്വലി എഫ് ഓഫ് എക്സ് വൈ വെർ എക്സ് ഈസ് ആക്ച്വലി ഫിക്സ്ഡ്. ഓക്കെ, അപ്പോൾ എക്സ് ഫിക്സ്ഡ് ആകുന്ന കേസിൽ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് വൈയുടെ വാല്യൂസ് മാത്രമാണ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യുന്നത്. സിമിലർലി നമുക്ക് വൈ ഫിക്സ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ലൈൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ലൈൻസിൻ്റെ ഓരോ പോയിൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ, ഈ ഫസ്റ്റ് പോയിൻ്റ് ഇവിടെ എടുത്തു, ആ പോയിൻ്റ് അടുത്ത പോയിൻറ്റ്സ് എടുക്കുമ്പോൾ ആ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അടുത്ത ഇവിടെ ഒരു പോയിൻ്റ് എടുക്കുമ്പോൾ ആ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഓരോ പോയിൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് എന്ത് വരയ്ക്കാം, ഒരു കർവ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ സിമിലർലി ഇതിന് സിമിലറായിട്ട് നമുക്ക് എന്ത് വൈ ഫിക്സ്ഡ് ആക്കി വെച്ചാലും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലൊരു കർവ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഒരു കർവ് എക്സ് വൈ ആക്സിലുള്ളൊരു കർവ് കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ ഡെറിവേറ്റീവ്. സോ നമ്മളിവിടെ ചെയ്യുന്നത്, നമുക്ക് ജനറലി എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മനസ്സിലാക്കാൻ എളുപ്പമല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, ഒന്നുകിൽ എക്സ് ഫിക്സ്ഡ് ആക്കി വെക്കുന്നു, എക്സ് ഫിക്സ്ഡ് ആക്കി വെക്കുമ്പോൾ വൈ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി വൈക്ക് നമുക്കൊരു ചേഞ്ച് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഇനി നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ എക്സ് എന്താണ്, ഫിക്സ്ഡ് ആണ്. എക്സ് ഫിക്സ്ഡ് ആക്കി വെക്കുമ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾ വൈ മാത്രമാണ്. അപ്പോൾ വൈയുടെ മാറുന്നതനുസരിച്ച്, വൈയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് ഇവിടെ എക്സ് ഫിക്സ്ഡ് ആണ്, എക്സ് എപ്പോഴും ഈ വാല്യൂ തന്നെയാണ്. ഇതിപ്പോൾ 0.5 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0.5 ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ ഇവിടെ 1 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ പോയിന്റ്. ഇനി വൈയുടെ വാല്യൂ 2 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോയിന്റ് കിട്ടി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ പോയിന്റ്. അപ്പോൾ വൈയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച്, ഇത് വൈ ആണ്, വൈയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സ് വൈ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ കിട്ടുന്നത്. ഓക്കെ, ഈ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഈ കർവ് കിട്ടുന്നത് എക്സ് ഫിക്സ്ഡ് ആയി വെക്കുമ്പോൾ. ഇനി നമുക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വൈയുടെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ ദിസ് ഈസ് വൈ ആണെങ്കിൽ ഇവിടെ നമുക്ക് വൈ പ്ലസ് എച്ച് കണ്ടുവെത്താം. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് എച്ച് ആണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം എക്സ് ഫിക്സ്ഡ് ആക്കിയിട്ട് ഒരു ഭാഗം എടുത്തു വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇത് തമ്മിലുള്ള ലൈൻസ് നമുക്ക് ഈസിലി കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ദിസ് ഈസ് ദ വാല്യൂ അറ്റ് എ പർട്ടിക്കുലർ വൈ, നമ്മൾ വൈക്ക് പകരം വൈ പ്ലസ് എച്ച് കൺസിഡർ ചെയ്താൽ വി ഹാവ് ആൻ അസോസിയേറ്റഡ് വാല്യൂ ദാറ്റ് എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് എച്ച് എന്ന് പറയുന്ന ഒരു അസോസിയേറ്റഡ് വാല്യൂ ഉണ്ട്. ഇനി നമുക്ക് എളുപ്പമാണ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. അവർ സ്ലോപ്പ് ഈസ് ആക്ച്വലി എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ചെയ്ത വാരിയബിൾ വൈ പ്ലസ് എച്ച് മൈനസ് വൈ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദ കറസ്പോണ്ടിങ് ലൈൻ ദ സ്ലോപ്പ് ഈസ് ആക്ച്വലി എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ വൈ പ്ലസ് എച്ച് മൈനസ് വൈ ഈസ് ആക്ച്വലി എച്ച്. ഇവിടെ ഇതിൻ്റെ വാല്യൂ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആകുമ്പോൾ കൺസിഡർ ചെയ്താൽ നമുക്ക് ഈ പോയിന്റിലുള്ള ഒരു ടാൻജൻറ്റ് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എക്സ് ഫിക്സ്ഡ് ആക്കിയിട്ട് നമുക്ക് കർവ് കൺസിഡർ ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടാൻജൻസ് വരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. സിമിലർലി നമ്മൾ വൈ ഫിക്സ്ഡ് ആക്കി വെക്കുന്നു. വൈ ഫിക്സ്ഡ് ആക്കി വെക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾ എക്സ് മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്, ഇവിടെ വൈ ഫിക്സ്ഡ് ആണ്, ഇവിടെ എക്സ് ഇവിടെ ഒരു പർട്ടിക്കുലർ വാല്യൂ, ഇതൊരു പർട്ടിക്കുലർ വാല്യൂ ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എക്സിൻ്റെ വാല്യൂ ഇതാകുമ്പോൾ വേറൊരു പോയിന്റ് ഉണ്ട്, എക്സിൻ്റെ വാല്യൂ ഇതാകുമ്പോൾ വേറൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ എക്സ് മാറുന്നതനുസരിച്ച് ഈ കർവ്, ഫുൾ കർവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് കിട്ടും, സിമിലർലി ഇതുപോലൊരു കർവ് നമുക്ക് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി എക്സ്. ഇവിടെ നമുക്ക് എക്സ് പ്ലസ് എച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ആണ്, ഇവിടെ വൈ ഫിക്സ്ഡ് ആണ്, ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വൈ എന്ന് പറഞ്ഞ പോയിന്റ്സ് കിട്ടും. അപ്പോൾ ഇത് തമ്മിലുള്ള ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് എടുത്താൽ മതി. സോ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച് എന്നെടുത്താൽ അതിൻ്റെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും,
ഈ വൈ ഫിക്സ്ഡ് ആകുന്ന കേസിലുള്ള കറസ്പോണ്ടിങ് കർവ്സിൻ്റെ നമുക്ക് എന്ത് കിട്ടും? ടാൻജൻറ്റ് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇവിടെ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എക്സ് വൈ എന്നുള്ള രണ്ട് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ടാൻജൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, കാരണം നമുക്ക് ജനറലി ടാൻജൻറ്റ് വരയ്ക്കുന്നത് അത്ര എളുപ്പമല്ല. ഒന്നാമത്തെ സെറ്റ് ഓഫ് ടാൻജൻസ് എന്ന് പറയുന്നത് എക്സ് ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് വൈ ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സെറ്റ് ഓഫ് ടാൻജൻസ്. ഓക്കെ, രണ്ടാമത്തെ സെറ്റ് ഓഫ് ടാൻജൻസ് എന്ന് പറയുന്നത് വൈ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് എക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള ഒരു സെറ്റ് ഓഫ് ടാൻജൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഡെറിവേറ്റീവ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഫുൾ ഡെറിവേറ്റീവ് അല്ല. ഇവിടെ നമ്മൾ എക്സ് ഫിക്സ്ഡ് ആക്കി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വൈയുടെ വാല്യൂ മാത്രമാണ് ചേഞ്ച് ചെയ്ത് എടുക്കുന്നത്. ഇവിടെ എക്സ് ചേഞ്ച് ചെയ്യുന്നു, വൈയുടെ വാല്യൂ ഫിക്സ്ഡ് ആക്കി വെക്കുന്നു. അപ്പോൾ ദിസ് ഈസ് നോട്ട് ആക്ച്വലി ദ ജനറൽ ഡെറിവേറ്റീവ്. അതായത് ഡെറിവേറ്റീവ് അല്ല ഇത് ആക്ച്വലി. ദിസ് ഈസ് ആക്ച്വലി സം പാർഷ്യൽ ഫോം ഓഫ് ഡെറിവേറ്റീവ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് ആക്ച്വലി ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ. കാരണം ഇവിടെ വൈയുടെ വേരിയബിളാണ് ചേഞ്ച് ചെയ്യുന്നത്, എക്സ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ എക്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്, വൈ ചേഞ്ച് ചെയ്യുന്നില്ല. സോ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡി എന്ന് പറഞ്ഞൊരു സെറ്റിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. ഡി എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർസ് ആണ്. അതായത് എക്സ് വൈ ആക്സിസ് അതിൻ്റെ അകത്തെ ഒരു പ്ലെയിൻ്റെ അകത്തെ ഒരു പോയിൻറ്റ്സിനെ നമ്മളൊരു റിയൽ നമ്പറിലേക്ക് അസൈൻ ചെയ്യുന്നു. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു കർവ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് ആക്സിലുള്ള ഒരു കർവ് ആയിരിക്കും. ആ കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പോയിൻറ്റ്സിലും നമുക്ക് എന്ത് വരയ്ക്കുക? ടാൻജൻസ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. നമ്മൾ ഒബ്സർവ് ചെയ്തു, ഇറ്റ് ഈസ് നോട്ട് അൻ ഈസി ടാസ്ക്. അപ്പോൾ നമ്മൾ ചെയ്തത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. നമ്മൾ എക്സ് ഫിക്സ്ഡ് ആക്കി വെച്ചു. എക്സ് ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് നമ്മൾ വൈ ചേഞ്ച് ചെയ്തപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൈൻ കിട്ടി. ആ ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു കർവ് കിട്ടും. ആ കർവിൻ്റെ കേസിൽ നമ്മൾ വൈയുടെ വേരിയബിൾ ചേഞ്ച് ചെയ്താൽ നമുക്കൊരു ടാൻജൻസ് വരയ്ക്കാൻ പറ്റും, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ഡോ എഫ് ബൈ ഡോ വൈ. സിമിലർലി അടുത്ത കേസിൽ നമ്മൾ വൈ ഫിക്സ്ഡ് ആക്കി വെച്ചു. വൈ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് എക്സിൻ്റെ വാല്യൂ മാത്രം ചേഞ്ച് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു കർവ് കിട്ടും. ആ കർവിൻ്റെ കേസിൽ നമുക്ക് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും, വിച്ച് ഈസ് ആക്ച്വലി ഡോ എഫ് ബൈ ഡോ എക്സ്. ദിസ് ആർ കോൾഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇതിനെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് ജനറലി വിളിക്കാം. അപ്പം എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓർഡേർഡ് പെയർ എക്സ് വൈ നിന്ന് സം ഇസഡിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ, ഈ ഫംഗ്ഷൻ്റെ കേസിൽ ഫുൾ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ടാൻജൻസ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ ടു ഡിഫൈൻ. സോ ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൻ്റെ ആവശ്യം വരുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത് എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ വൈയെ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് വിളിക്കും. അടുത്തത് വൈയെ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് എക്സിനെ ചേഞ്ച് ചെയ്യും. അപ്പോൾ കിട്ടുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് ഡോ എഫ് ബൈ ഡോ എക്സ്. ദിസ് ഈസ് ആക്ച്വലി ടു സെറ്റ് ഓഫ് ടാൻജൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഇതിൻ്റെ കേസിൽ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ടാൻജൻസ് എന്ന് വിളിക്കാം. ഇതിനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് സാധാരണയായിട്ട് വിളിക്കുന്നത്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ എക്സ് ഈസ് ആക്ച്വലി ബൈ ഡെഫിനിഷൻ ലിമിറ്റ് h tends to 0 f of x plus h y minus f of xy divided by h. Please understand that here y is fixed. Similarly, dou f by dou y is actually limit h tends to 0 f of x comma y plus h minus f of xy divided by h. So these are the പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യും. സോ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന യൂഷ്വൽ ഡെറിവേറ്റീവ്സ് പോലെ തന്നെയാണ്. പക്ഷേ അവിടെ ചെയ്യുന്നത് നമ്മൾ ഒരു വേരിയബിൾ ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സിമിലർലി നമുക്ക് മൂന്ന് വേരിയബിൾസിൻ്റെ കേസിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പം എക്സ് സം എച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ആണെന്ന് വെച്ചോളൂ. ഓക്കെ, so which means that f depends upon three variables x, y, z. അവിടെ നമുക്ക് ചെയ്യുന്നത് ഒന്നിനെ മാത്രം ചേഞ്ച് ചെയ്യുക, രണ്ടെണ്ണത്തെ ഫിക്സ് ചെയ്യുക. y, zനെയും ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു കർവ് കിട്ടും. ആ കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് കിട്ടും, വിച്ച് ഈസ് ആക്ച്വലി ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് എക്സ് പ്ലസ് എച്ച് കോമ വൈ കോമ ഇസഡ് മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡിവൈഡഡ് ബൈ എച്ച്.
ഓക്കെ, സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ ഡിഫൈൻസ്. അപ്പോൾ നമുക്ക് എത്ര വേരിയബിളിൻ്റെ ടേംസിലാണെങ്കിലും നമുക്ക് ഇതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. 3 വേരിയബിൾസിൻ്റെ കേസിലാണെങ്കിൽ 2 എണ്ണം ഫിക്സ് ചെയ്യുക, ഒരെണ്ണം മാത്രം വേരി ചെയ്യുക. 4 വേരിയബിൾസിൻ്റെ കേസിലാണെങ്കിൽ 3 എണ്ണം ഫിക്സ് ചെയ്യുക, ഒരെണ്ണം മാത്രം വേരി ചെയ്യുക. സോ ദിസ് ഈസ് ദ ബേസിക് ഐഡിയ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജനറലി കർവിൻ്റെ ടാൻജൻസ് അല്ല കണ്ടുപിടിക്കുന്നത്, 2 പർട്ടിക്കുലർ കേസസ് ഓഫ് ടാൻജൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ഡെറിവേറ്റീവ്സ് എന്നുള്ള കൺസെപ്റ്റിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് ആണ്, ഒരു വേരിയബിൾ അല്ല, ഒന്നിലധികം വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. ആ കേസിലാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിളിക്കുന്നത്. കാരണം എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ എക്സിനെയും വൈയെയും ഡിപ്പെൻഡ് ചെയ്യുന്ന കേസിൽ മാത്രം നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്താൽ മതി. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് one variable is fixed and the other variable changes. Okay, thank you.